വെൽക്കം യു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇൻസേർഷൻ സോർട്ട് എന്ന അൽഗോരിതവും അതിൻ്റെ വർക്കിങ്ങുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ എ എന്ന് പറയുന്ന ഒരു അറേ തന്നിട്ടുണ്ട്. ഈ അറേയിൽ ഇപ്പോൾ കുറേ അൺസോർട്ടഡ് എലമെൻറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? 12, 18, 7, 1, 5 ആൻഡ് 2. നമ്മൾ അറേയുടെ പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് 1 മുതൽ 6 വരെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസേർഷൻ സോർട്ട് യൂസ് ചെയ്ത് ഈ അറേ നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 2 ലൂപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫോർ ലൂപ്പ്, ഒരു വൈൽ ലൂപ്പും. ഒരു ലൂപ്പിൽ ജെ എന്ന വേരിയബിളും മറ്റേ ലൂപ്പിൽ ഐ എന്ന വേരിയബിളുമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം ജെ എവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്, ഐ എവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജെ ആദ്യം പോയിൻ്റ് ചെയ്യേണ്ടത് അറേയുടെ സെക്കൻഡ് പൊസിഷനിലാണ്. അതായത് ജെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആണ് എന്നർത്ഥം. അപ്പോൾ ജെ എവിടെ പോയിൻ്റ് ചെയ്യേണ്ടത്? അറേയുടെ സെക്കൻഡ് പൊസിഷനിൽ. ഇനി ഐ എവിടെയാണ് പോയിൻ്റ് ചെയ്യേണ്ടത്? ജെയുടെ തൊട്ട് മുന്നിലത്തെ പൊസിഷനിലായിരിക്കണം ഐ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ജെയുടെ തൊട്ട് പ്രീവിയസ് പൊസിഷനിൽ ഐ പോയിൻ്റ് ചെയ്യും. ജെ എവിടെ പോയിൻ്റ് ചെയ്യും? അറേയുടെ സെക്കൻഡ് പൊസിഷനിൽ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഐയുടെയും ജെയുടെയും പൊസിഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അറിയേണ്ടത് കീ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ജെത്ത് പൊസിഷനിലുള്ള എലമെൻ്റാണ് കീയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ജെ എവിടെ പോയിൻ്റ് ചെയ്യുന്നത്? സെക്കൻഡ് പൊസിഷനിൽ. സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ആരാ ഉള്ളത്? 18 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ ജെത്ത് പൊസിഷനിലുള്ള എലമെൻറ്റിനെയാണ് കീ എന്ന വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മൊത്തം 3 വേരിയബിൾസ് മനസ്സിലായി. ജെ അറേയുടെ സെക്കൻഡ് പൊസിഷനിൽ പോയിൻ്റ് ചെയ്യുന്നു, ജെയുടെ പ്രീവിയസ് പൊസിഷനിൽ ഐ പോയിൻ്റ് ചെയ്യുന്നു, ജെത്ത് പൊസിഷനിലെ എലമെൻറ്റിനെ കീ എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ്. ഓരോ ഐട്രേഷനിലും നമ്മൾ അറേയുടെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കീയായി തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കീയായി തിരഞ്ഞെടുക്കപ്പെട്ട എലമെൻറ്റ് ഏതായാലും അത് ആ അറേയുടെ കറക്റ്റ് പൊസിഷനിൽ പോയി ഇൻസേർട്ട് ആകുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഓരോ ഐട്രേഷൻ്റെ ബിഗിനിങ്ങിലും നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കീയായി തിരഞ്ഞെടുക്കേണ്ടതാണ്. കീയായി തിരഞ്ഞെടുക്കപ്പെട്ട എലമെൻറ്റ് ഏത് തന്നെയായാലും ആ എലമെൻറ്റ് ഐട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അറേയുടെ കറക്റ്റ് പൊസിഷനിൽ പോയി ഇൻസേർട്ട് ആകുന്നതാണ്. ഈ ഒരു റീസൺ കൊണ്ടാണ് ഈ സോർട്ടിംഗ് ടെക്നിക്കിനെ നമ്മൾ ഇൻസേർഷൻ സോർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിങ്ങിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐയും ജെയും കീയും നമുക്കറിയാം. ഇനി കമ്പാരിസൺ ആണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓരോ തവണയും ഏതൊക്കെ എലമെൻറ്റുകളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? എ ഓഫ് ഐയും കീയും കൂടിയാണ് കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഐത്ത് പൊസിഷനിലുള്ള എലമെൻറ്റ്, ഐ എന്ന വേരിയബിൾ ഏത് പൊസിഷനിലെയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ പൊസിഷനിലെ എലമെൻറ്റും കീയും കൂടിയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓരോ തവണയും കമ്പയർ ചെയ്യുമ്പോൾ എ ഓഫ് ഐ കീയുടെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ഒരു സ്വാപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐയും ജെയും കീയും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നു എ ഓഫ് ഐയും കീയും തമ്മിൽ. ഇത്തവണ എ ഓഫ് ഐ ആരാണ്? ഐ പോയിൻ്റ് ചെയ്യുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12ഉം കീ എന്ന എലമെൻറ്റും കമ്പയർ ചെയ്യപ്പെടുന്നു. കീക്കകത്ത് 18 എന്ന എലമെൻ്റ് ആയതുകൊണ്ട് 12 ഗ്രേറ്റർ ദാൻ 18 ആണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് കമ്പാരിസൺ ചെയ്യുന്നത്. നോക്കിയപ്പോൾ എന്താ? 12 ഗ്രേറ്റർ ദാൻ 18 ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. നമുക്ക് തൊട്ടടുത്ത ഐട്രേഷനിലേക്ക് പോകാം. ഈ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് തൊട്ടടുത്ത ഐട്രേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്യണം? ഐയുടെയും ജെയുടെയും കീയുടെയും വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഐ എവിടെ പോയിൻ്റ് ചെയ്യും, ജെ എവിടെ പോയിൻ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ജെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യുക. നേരത്തെ എവിടെയാണോ പോയിൻ്റ് ചെയ്തിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് ജെ പോയിൻ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ജെ എവിടെ പോയിൻ്റ് ചെയ്യും? ഇവിടെ ആയിരിക്കും ജെ പോയിൻ്റ് ചെയ്യുക. ജെ എവിടെ പോയിൻ്റ് ചെയ്താലും അതിൻ്റെ തൊട്ട് പ്രീവിയസ് ലൊക്കേഷനിൽ ഐ പോയിൻ്റ് ചെയ്യും.
ഐയും ജെയും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കീയുടെ വാല്യൂ സെറ്റ് ചെയ്യാം. കീ എന്താണ്? ജെത്ത് പൊസിഷനിലിരിക്കുന്ന എലമെൻ്റ് ആയിരിക്കണം നമ്മുടെ കീ. ജെത്ത് പൊസിഷനിലിരിക്കുന്ന ആരാ? 7. അപ്പം നമ്മുടെ ഇത്തവണ കീ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഒരു ഐട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ജെയുടെയും ഐയുടെയും കീയുടെയും വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ജെ നേരത്തെ എവിടെയായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ജെയുടെ പ്രീവിയസ് പൊസിഷനിലേക്ക് ഐ പോയിൻ്റ് ചെയ്യുന്നു. ജെത്ത് എലമെൻറ്റിനെ കീയിലോട്ട് അസൈൻ ചെയ്യുന്നു. ഇത് മൂന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? എ ഓഫ് ഐയും കീയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. എ ഓഫ് ഐ ആരാ? ഐ ഇത്തവണ പോയിൻ്റ് ചെയ്യുന്നത് 18നെയാണ്. അപ്പോൾ 18നെയും കീയുടെ വാല്യൂവിനെയും കൂടാണ് കമ്പയർ ചെയ്യേണ്ടത്. 18ഉം കീയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ, അതായത് 18 ഗ്രേറ്റർ ദാൻ 7 ആണോ? കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേ? കണ്ടീഷൻ ട്രൂ ആയാൽ ഉടൻ തന്നെ നമ്മൾ സ്വാപ്പ് പെർഫോം ചെയ്യുക. ആരൊക്കെ തമ്മിൽ? ഈ എലമെൻറ്റുകൾ തമ്മിലാണ് സ്വാപ്പ് ചെയ്യേണ്ടത്. അതായത് 7 ഇവിടെയും വരണം, 18 ഇവിടെയും വരണം. ഓക്കെ, നമുക്ക് സ്വാപ്പ് ചെയ്യാം. നമ്മൾ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്തു. ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആയാൽ ഉടൻ തന്നെ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഐ എന്ന പൊസിഷൻ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണം. ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ സ്വാപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഐ അതിൻ്റെ പ്രീവിയസ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. നേരത്തെ എവിടാണോ പോയിൻ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രീവിയസ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തവണ ഐ പോയിൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ശരി. അപ്പോൾ കമ്പാരിസൺ നടത്തി, കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഐത്ത് എലമെൻറ്റിനെയും കീയെയും കൂടെ സ്വാപ്പ് ചെയ്തു. സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. ഐ ഡിക്രിമെൻറ്റ് ചെയ്താൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഏത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്? എ ഓഫ് ഐയും കീയും തമ്മിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത്തവണ എ ഓഫ് ഐ ആരാ? ഇത്തവണ എ ഓഫ് ഐ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കീക്കകത്ത് 7 ആണ്, എ ഓഫ് ഐ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയാൽ എന്ത് ചെയ്യണം? കണ്ടീഷൻ ട്രൂ ആയാൽ വീണ്ടും സ്വാപ്പ് ചെയ്യണം. നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യാം. 12ഉം 7ഉം തമ്മിൽ സ്വാപ്പ് ആകുന്നു. അങ്ങനെ 7 ഇവിടെയും 12 ഇവിടെയും വന്നു. പറഞ്ഞതനുസരിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്താൽ ട്രൂ ആണെങ്കിൽ ഉടൻ തന്നെ എലമെൻറ്റുകൾ തമ്മിൽ സ്വാപ്പും ചെയ്യണം, ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റും ചെയ്യണം. അങ്ങനെ ഐ നമുക്കൊന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം. ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ എത്തി അല്ലേ? അതായത് ഐ നേരത്തെ 1 എന്ന പൊസിഷനിലായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നത്, അവിടുന്ന് ഡിക്രിമെൻറ്റ് ചെയ്തെന്ന് 0 ആയി. ഇവിടെ കണ്ടീഷൻ പ്രത്യേകം പറയുന്നു, ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം ലൂപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തവണ ഐയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് 1ൽ നിന്ന് 0 ആയതുകൊണ്ട് നമ്മൾ ലൂപ്പ് ഔട്ട് ആകുന്നു. അങ്ങനെ ഐ 0 ആയി, നമ്മൾ ലൂപ്പ് ഔട്ടായി. ഈ ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് തൊട്ടടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നു. അടുത്ത ഐട്രേഷനിലേക്ക് പോകുമ്പോൾ ഐയും ജെയും കീയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ജെ ആദ്യം അപ്ഡേറ്റ് ചെയ്യാം. ജെ നേരത്തെ എവിടെയാണോ പോയിൻ്റ് ചെയ്തിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനിൽ ജെ പോയിൻ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇത്തവണ ജെ പോയിൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ജെ എവിടെ പോയിൻ്റ് ചെയ്യുന്നു അതിൻ്റെ തൊട്ട് പ്രീവിയസ് പൊസിഷൻ ഐ പോയിൻ്റ് ചെയ്യും. ഐയും ജെയും കിട്ടിക്കഴിഞ്ഞാൽ ജെത്ത് പൊസിഷനിലെ എലമെൻറ്റിനെ കീക്കകത്ത് സ്റ്റോർ ചെയ്യണം. അങ്ങനെയെങ്കിൽ കീക്കകത്ത് ആരാ വരുന്നത്? ജെത്ത് പൊസിഷനിലെ എലമെൻ്റായ 1 ആണ് കീക്കകത്ത് വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ തമ്മിലാണ് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എ ഓഫ് ഐയും കീയും തമ്മിൽ. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐത്ത് പൊസിഷനിലിരിക്കുന്നത് ഏത് എലമെൻ്റ് ആണോ ആ എലമെൻറ്റ്. ഐത്ത് പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ് 18 ആണ്. കീക്കകത്തുള്ള വാല്യൂ 1 ആണ്.
അപ്പോൾ ഇത്തവണ കമ്പയർ ചെയ്യുന്നത് എ ഓഫ് ഐയും കീയും തമ്മിൽ. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 18, കീ എന്ന് പറഞ്ഞാൽ 1. 18 ഗ്രേറ്റർ ദാൻ കീ ആണോ അല്ലെങ്കിൽ 18 ഗ്രേറ്റർ ദാൻ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആയാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? കണ്ടീഷൻ ട്രൂ ആയാൽ ആ സ്പോട്ടിൽ തന്നെ സ്വാപ്പ് ചെയ്യുക. ഈ എലമെൻറ്റുകളെ തമ്മിൽ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ 18ഉം 1ഉം കൂടി നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യാം. 1 ഇവിടെ വരും, 18 ഇവിടെ വരും. സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം. ഐ അതിൻ്റെ പ്രീവിയസ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആയി. എലമെൻറ്റുകളെ തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റും ചെയ്യുന്നു. ഇത്രയും ചെയ്ത ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആരൊക്കെ തമ്മിലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്? എ ഓഫ് ഐയും കീയും തമ്മിൽ. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന എലമെൻ്റ് ഏതോ അത്. ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് 12 എന്ന എലമെൻറ്റിനെയാണ്. പിന്നെ കീക്കകത്ത് ഇപ്പോൾ ഉള്ളത് 1 ആണ്. അപ്പോൾ എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 12 ഗ്രേറ്റർ ദാൻ 1 ആണോ എന്നാണ്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോഴും എന്ത് പറ്റി? വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയാൽ ഈ എലമെൻറ്റുകളെ തമ്മിൽ നമ്മൾ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 12ഉം 1ഉം ഇവിടെ സ്വാപ്പ് ചെയ്യുന്നു. 1 ഇവിടെ വരുന്നു, 12 ഇവിടെ വരുന്നു. സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോയി. വീണ്ടും നമുക്ക് അടുത്ത കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണ കമ്പയർ ചെയ്യേണ്ടത് എ ഓഫ് ഐ എന്ന് പറയുന്ന എലമെൻറ്റും കീയും തമ്മിലാണ്. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ആരാ? 7 ആണ്. അപ്പം നമ്മൾ എ ഓഫ് ഐ ആയ 7ഉം കീ ആയ 1ഉം കൂടി കമ്പയർ ചെയ്യുന്നു. ചെക്ക് ചെയ്യുന്നത് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്നാണ്, അതായത് 7 ഗ്രേറ്റർ ദാൻ 1 ആണോ എന്ന്. ഇത്തവണയും എന്തായി? വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയാൽ വീണ്ടും നമ്മൾ എലമെൻറ്റുകളെ തമ്മിൽ സ്വാപ്പ് ചെയ്യുക. അങ്ങനെ 7 ഇവിടെയും വരും, 1 ഇവിടെയും വരും. എലമെൻറ്റുകൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ ആയി. ഐ ഡിക്രിമെൻറ്റ് ചെയ്തപ്പോൾ ഐ എവിടെ എത്തി? 1ൽ നിന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് 0 ആയി. ഐ 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പ് ഔട്ട് ആവണം. അങ്ങനെ ഈ ഐട്രേഷനും ഫിനിഷ് ചെയ്ത് നമ്മൾ ലൂപ്പ് ഔട്ടായി. അടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നു. അടുത്ത ഐട്രേഷനിൽ ജെയും ഐയും കീയും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജെ എന്ന് പറയുന്നത് പ്രീവിയസ് ഐട്രേഷനിൽ ജെ എവിടെയാണോ പോയിൻ്റ് ചെയ്തിരുന്നത് തൊട്ടടുത്ത പൊസിഷനിലേക്ക് ജെ പോയിൻ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ജെ ഇനിയും പോയിൻ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ജെയുടെ തൊട്ട് പ്രീവിയസ് പൊസിഷനിൽ ഐ പോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐ പോയിൻ്റ് ചെയ്യും. ഐയും ജെയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കീ ആണ് സെറ്റ് ചെയ്യേണ്ടത്. കീ എന്താ? ജെത്ത് പൊസിഷനിലെ എലമെൻറ്റിനെ നമുക്ക് കീ ആക്കാം. അങ്ങനെ കീയുടെ വാല്യൂ 5 ആണെന്ന് കിട്ടി. അപ്പോൾ ഐയും ജെയും കീയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു. എ ഓഫ് ഐ വിച്ച് ഇസ് 18 ആൻഡ് കീ. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്നാണ് ചോദ്യം. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 18നെയും 5നെയും കൂടെ സ്വാപ്പ് ചെയ്യാം. എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഐ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഐ ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. പുതിയ എ ഓഫ് ഐ. ഇപ്പോൾ എ ഓഫ് ഐ ആരാ? 12. പുതിയ എ ഓഫ് ഐയും കീയും തമ്മിലാണ് ഇനി കമ്പാരിസൺ. ചെക്ക് ചെയ്യുന്നു. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ? അതായത് 12 ഗ്രേറ്റർ ദാൻ 5 ആണോ? വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഒരു തവണ കൂടി സ്വാപ്പ് ചെയ്യുക. 12ഉം 5ഉം തമ്മിൽ സ്വാപ്പ് ആകുന്നു. അങ്ങനെ 12 ഇവിടെ എത്തുന്നു, 5
ഇവിടെ എത്തുന്നു. 12ഉം 5ഉം സ്വാപ്പ് ചെയ്തു. സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഉടൻ ഐ ഡിക്രിമെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ഐയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് ഐ ഇവിടെ എത്തി. ഐ ഡിക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. പുതിയ എ ഓഫ് ഐ, ഇത്തവണ എ ഓഫ് ഐ ആരാ? എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7ഉം കീക്കകത്ത് 5ആണുള്ളത്. 7ഉം 5ഉം കൂടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ, അതായത് 7 ഗ്രേറ്റർ ദാൻ 5 ആണോ? വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയാൽ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 7ഉം 5ഉം തമ്മിൽ സ്വാപ്പ് ആകുന്നു. 5 ഇവിടെയും 7 ഇവിടെയും വരുന്നു. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഐ ഡിക്രിമെൻ്റ് ചെയ്യണം. അങ്ങനെ ഐ ഡിക്രിമെൻ്റ് ചെയ്ത് ഇവിടെ എത്തി. ഐ ഡിക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പുതിയ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ എ ഓഫ് ഐ ആരാണോ ആ എലമെൻറ്റും, എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ith പൊസിഷനിലുള്ള എലമെൻറ്റ് അതാരാ? 1 ആണ്. അപ്പോൾ ith പൊസിഷനിലുള്ള എലമെൻറ്റ് 1ഉം കീക്കകത്തുള്ള വാല്യൂ 5ഉം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആരൊക്കെ തമ്മിൽ? എ ഓഫ് ഐയും കീയും. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 1 ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത്തവണ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആയ ഐട്രേഷൻ ഫിനിഷ് ചെയ്യുന്നു. അടുത്ത ഐട്രേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ അതിനകത്ത് പഠിച്ചത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസോ ട്രൂവോ ആവാം. ഫോൾസ് ആണെങ്കിൽ അടുത്ത ഐട്രേഷനിലേക്ക് പോവുക, ട്രൂ ആണെങ്കിൽ നേരെ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യുക, ഐയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യുക, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ എത്ര തവണ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം? എത്ര തവണ കണ്ടീഷൻ ചെക്ക് ചെയ്യണം? കണ്ടീഷൻ ഫോൾസ് ആകുന്നിടം വരെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ തവണ ട്രൂ ആകുമ്പോഴും എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്ത് ഐയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. കണ്ടീഷൻ ഫോൾസ് ആയാൽ അപ്പം നിങ്ങൾക്ക് ആ ഐട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഐട്രേഷനിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ ഐട്രേഷൻ ഫിനിഷ് ചെയ്ത് അടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നു. ഓരോ പുതിയ ഐട്രേഷനിലേക്ക് പോകുമ്പോഴും ഐയുടെയും ജെയുടെയും കീയുടെയും വാല്യൂ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മൾ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ജെയുടെ വാല്യൂ റീസെറ്റ് ചെയ്യാം. ജെ നേരത്തെ എവിടെയായിരുന്നോ അവിടെ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലേക്ക് ജെ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ജെ അഡ്ജസ്റ്റ് ചെയ്തു. ജെ എവിടെയാണെങ്കിലും അതിൻ്റെ തൊട്ട് പ്രീവിയസ് ലൊക്കേഷനിലോട്ട് ഐ സെറ്റ് ചെയ്യണം. ജെയും ഐയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ സെറ്റ് ചെയ്യാം. കീ എന്ന് പറഞ്ഞാൽ ജേത്ത് പൊസിഷനിലെ എലമെൻറ്റിനെയാണ് കീ എന്ന് നമ്മൾ വിളിക്കുന്നത്. ജേത്ത് പൊസിഷനിലെ എലമെൻറ്റ് ഇതാണ്. അപ്പോൾ അതിനെ നമ്മൾ പുതിയ കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഐയും ജെയും കീയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്തവണ ചെക്ക് ചെയ്യേണ്ടത് എ ഓഫ് ഐയിലെ എലമെൻറ്റും കീയുമാണ്. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ith പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ്, അതേതാ? 18. പിന്നെ കീ 2, 18ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യേണ്ട. അപ്പോൾ ചെക്ക് ചെയ്യുന്നു, എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ, അതായത് 18 ഗ്രേറ്റർ ദാൻ 2 ആണോ? കണ്ടീഷൻ ട്രൂ. ട്രൂ ആയാൽ എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആയാൽ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യുക. എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യുമ്പോൾ 2 ഇവിടെ വരും, 18 ഇവിടെ വരും. 2 ഇവിടെ, 18 ഇവിടെ. ഉടൻ തന്നെ സ്വാപ്പിംഗ് കഴിഞ്ഞാൽ ഐ അഡ്ജസ്റ്റ് ചെയ്ത് ഐ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യണം. ഐ തൊട്ട് മുന്നിലത്തെ പൊസിഷനിൽ പോയിൻ്റ് ചെയ്യും. ഐ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വീണ്ടും നെക്സ്റ്റ് കമ്പാരിസൺ. ഇത്തവണ ആര് തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന എലമെൻ്റ് ഏതോ അതും കീയും കൂടി കമ്പയർ ചെയ്യണം. ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന 12നെ. അപ്പോൾ 12ഉം 2ഉം കൂടാണ് കമ്പയർ ചെയ്യുന്നത്. 12 ഗ്രേറ്റർ ദാൻ 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ? 12 ഗ്രേറ്റർ ദാൻ 2 ആണോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടീഷൻ വീണ്ടും ട്രൂ. കണ്ടീഷൻ ട്രൂ ആയ എലമെൻറ്റിനെ സ്വാപ്പ് ചെയ്യണം. അങ്ങനെ 2ഉം 12ഉം കൂടെ നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യാം. 2 ഇവിടെ, 12 ഇവിടെ. സ്വാപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഐ ഡിക്രിമെൻ്റ് ചെയ്യണം. ഐ പ്രീവിയസ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. ഐ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ വീണ്ടും കമ്പാരിസൺ തുടരുക. ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് ആരെയോ ആ എലമെൻറ്റും കീയും തമ്മിലാണ് കമ്പാരിസൺ. അപ്പോൾ ഇത്തവണ കമ്പയർ ചെയ്യുന്നത് 7ഉം 2ഉം തമ്മിൽ. ചെക്ക് ചെയ്യുന്നു, എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ, അതായത് 7 ഗ്രേറ്റർ ദാൻ 2 ആണോ? വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആയാൽ എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യണം. 7ഉം 2ഉം തമ്മിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഐ ഡിക്രിമെൻ്റ് ചെയ്യണം. ഐ ഡിക്രിമെൻ്റ് ചെയ്ത് തൊട്ട് പ്രീവിയസ് പൊസിഷനിൽ പോയിൻ്റ് ചെയ്യുന്നു. ഐ ഡിക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പുതിയ കമ്പാരിസൺ. ആരൊക്കെ തമ്മിൽ? ഐ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന എലമെൻ്റ് ഏതോ അതും കീയും തമ്മിൽ. ഐ പോയിൻ്റ് ചെയ്യുന്ന ഇതിനെയാണ്. അപ്പോൾ 5ഉം
2ഉം തമ്മിലാണ് കമ്പാരിസൺ. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ, അതായത് 5 ഗ്രേറ്റർ ദാൻ 2 ആണോ, വീണ്ടും കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂ ആണെങ്കിൽ ഉടൻ തന്നെ സ്വാപ്പ് ചെയ്യുക. 5ഉം 2ഉം തമ്മിൽ നമുക്കൊന്ന് സ്വാപ്പ് ചെയ്യാം. അങ്ങനെ സ്വാപ്പ് ചെയ്തപ്പോൾ 2 ഇവിടെ 5 ഇവിടെ വന്നു. സ്വാപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഐ ഡിക്രിമെൻ്റ് ചെയ്യുന്നു. ഐ തൊട്ട് പ്രീവിയസ് പൊസിഷനെ പോയിൻ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇത്തവണ ith പൊസിഷനിലെ എലമെൻറ്റും കീയും തമ്മിലാണ് കമ്പാരിസൺ, അതായത് 1ഉം 2ഉം തമ്മിൽ കമ്പാരിസൺ. എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ കീ ആണോ എന്ന് പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ 2 ആണോ? ചെക്ക് ചെയ്തപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ ലൂപ്പ് ഔട്ടായി. ആ ഐട്രേഷൻ ഫിനിഷ് ചെയ്യുന്നു. അടുത്ത ഐട്രേഷനിലേക്ക് പോവുക എന്നാണ് അർത്ഥം. അടുത്ത ഇറ്ററേഷനിൽ പോകുമ്പോൾ ആദ്യം ജെ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ജെ എന്ന് പറഞ്ഞാൽ ജെ നേരത്തെ എവിടെയായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലോട്ട് ജെ പോയിൻ്റ് ചെയ്യണം. അങ്ങനെ ജെയുടെ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ജെ പോയിൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജെ ഇൻക്രിമെൻ്റ് ചെയ്ത് 6ന്ന് 7th പൊസിഷനിലേക്ക് വരികയും ലൂപ്പ് ഔട്ട് ആവുകയും അറയുടെ എല്ലാ എലമെൻറ്റുകളും കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. സോ ദിസ് മീൻസ് ജെ ലൂപ്പ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറയുടെ എല്ലാ എലമെൻറ്റുകളും നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അറേ ഈസ് നൗ ഇൻ എ സോർട്ടഡ് ഫോം എന്നർത്ഥം. നമുക്ക് കിട്ടുന്ന അറേ ഇപ്പോൾ ഒരു സോർട്ടഡ് ഫോമാണ്. ഓരോ ഐട്രേഷനിലും നമ്മൾ തിരഞ്ഞെടുത്ത കീ എലമെൻ്റ് ഏതായിരുന്നോ ആ കീ ഐട്രേഷൻ്റെ എൻഡോടുകൂടി അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പോയി ഇൻസേർട്ട് ആവുകയും ഇൻസേർഷൻ സോർട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ഇൻസേർഷൻ സോർട്ടിൻ്റെ വർക്ക്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഐട്രേഷൻസിലും നമ്മൾ ഓരോ എലമെൻറ്റിനെ കീ ആയി തിരഞ്ഞെടുക്കും എന്ന്. തിരഞ്ഞെടുക്കപ്പെടുന്ന കീ ഓരോ ഐട്രേഷൻ്റെ എൻഡ് ആകുമ്പോഴേക്കും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ചെന്ന് എത്തിച്ചേരും എന്നും പറഞ്ഞിരുന്നു. ഇത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇനീഷ്യലി നമുക്ക് ഉണ്ടായിരുന്നത് ഒരു അൺസോർട്ടഡ് അറയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ അൺസോർട്ടഡ് അറയാണ്. ഈ അൺസോർട്ടഡ് അറയിലേക്ക് ആദ്യമായി കീയായി നമ്മൾ തിരഞ്ഞെടുത്തത് ഏത് എലമെൻറ്റിനെയാണ്? അതെ, നമ്മുടെ ഫസ്റ്റ് കീ എന്ന് പറയുന്നത് എലമെൻറ്റ് 18 ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഐട്രേഷനിൽ നമ്മുടെ കീ 18 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐട്രേഷൻ എൻഡ് ആകുമ്പോഴേക്കും 18 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരും. ഇതാണ് ഐട്രേഷൻ്റെ എൻഡ്. അതായത് ആദ്യത്തെ തവണ കമ്പാരിസൺ ചെയ്തപ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ith പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റും കീയും കൂടി കമ്പയർ ചെയ്തപ്പോൾ ith പൊസിഷനിലെ എലമെൻറ്റ് കീയേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും കണ്ടീഷൻ ഫോൾസ് ആവുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടീഷൻ ഫോൾസ് ആയാൽ ഐട്രേഷൻ എൻഡ് ആവുകയാണ് അല്ലേ? അപ്പോൾ 18 എന്ന കീ എലമെൻറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ ആദ്യത്തെ കമ്പാരിസണിൽ തന്നെ കണ്ടീഷൻ ഫോൾസ് ആവുകയും ഐട്രേഷൻ എൻഡ് ആവുകയും ചെയ്തു. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു ഐട്രേഷൻ എൻഡ് ആകുമ്പോൾ കീ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ 18 എന്ന കീ എലമെൻറ്റിൻ്റെ ഐട്രേഷൻ എൻഡ് ആകുമ്പോൾ 18ൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഏതാണ്? 18ൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ് അല്ലേ? എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് 18ൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന്. എന്താണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇതെങ്ങനെയാണ് 18ൻ്റെ കറക്റ്റ് പൊസിഷൻ ആകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓരോ ഐട്രേഷൻ്റെ ബിഗിനിങ്ങിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കീ ഐട്രേഷൻ്റെ എൻഡിൽ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രം ദ ബിഗിനിങ് അറയുടെ തുടക്കം മുതൽ jth പൊസിഷൻ വരെയുള്ള എലമെൻറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോർഷൻ സോർട്ടഡ് ആണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഓരോ ഐട്രേഷൻ്റെ എൻഡിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അറയുടെ തുടക്കം മുതൽ jth പൊസിഷൻ വരെയുള്ള എലമെൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അറ സോർട്ടഡ് ആണ്. എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം സോർട്ടഡ് ആണ്. എവിടെ മുതൽ എവിടം വരെ? ഫ്രം ദ ബിഗിനിങ് ടു jth പൊസിഷൻ, തുടക്കം മുതൽ jth പൊസിഷൻ വരെയുള്ള എലമെൻറ്റുകൾ സോർട്ടഡ് ആണ്. അപ്പോൾ ഈ ഭാഗമോ അതിനുശേഷമുള്ളത് അൺസോർട്ടഡ് ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ 18 എന്ന നമ്പർ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ എത്തിപ്പെട്ടു എന്ന് പറയാൻ കാരണം jth പൊസിഷൻ മുതൽ അതിന് മുൻപോട്ടുള്ള എല്ലാ എലമെൻറ്റുകളും സോർട്ടഡ് ആവുകയും
അതിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റുകളും അൺസോർട്ടഡ് ആവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻസ് സോർട്ട് ആവുകയും ബാക്കി പോർഷൻസ് ഇപ്പോഴും അൺസോർട്ടഡായി തുടരുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കീ വാല്യൂ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേർന്നു. എന്ന് വെച്ചാൽ അപ് ടു പൊസിഷൻ ജെ എല്ലാ എലമെൻറ്റുകളും സോർട്ടഡ് ആണ്. ബട്ട് സ്റ്റിൽ അതിന് ശേഷമുള്ള ജെക്ക് ശേഷമുള്ള എല്ലാ എലമെൻറ്റുകളും അൺസോർട്ടഡ് ആകുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അൺസോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് അടുത്ത എലമെൻറ്റിനെ നമ്മൾ പുതിയ കീയായി തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഐട്രേഷനിൽ നമ്മുടെ കീ ഏതാണ്? 7 ആണ്. അപ്പം നെക്സ്റ്റ് ഐട്രേഷനിൽ എൻ്റെ കീ 7 ആണല്ലോ. അങ്ങനെയെങ്കിൽ 7 എന്ന കീയെ നമ്മൾ കമ്പയർ ചെയ്ത് രണ്ടാമത്തെ ഐട്രേഷൻ എൻഡ് ആകുമ്പോൾ 7 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരണമല്ലോ. ഓക്കെ, ഇതാണ് 7ൻ്റെ ഐട്രേഷൻ എൻഡ് ആവുന്ന സ്റ്റേജ്. ഈ സ്റ്റേജിൽ 7 എന്ന കീ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ, തുടക്കം മുതൽ പൊസിഷൻ ജെ വരെയുള്ള എല്ലാ എലമെൻറ്റുകളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് പോർഷൻ ഓഫ് ദ അറേ ഈസ് സോർട്ടഡ്. നോക്കിക്കേ, രണ്ടാമത്തെ ഐട്രേഷനിൽ 7 ആയിരുന്നു നമ്മുടെ കീ. ഐട്രേഷൻ്റെ എൻഡിൽ 7 എന്ന കീ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേർന്നു. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഐട്രേഷൻ എൻഡ് ആയപ്പോഴേക്കും ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ നമ്മൾ നോക്കുകയാണെങ്കിൽ എലമെൻറ്റ്സ് ആർ ഓൾ സോർട്ടഡ്. അങ്ങനെയെങ്കിൽ ജെക്ക് ശേഷമുള്ള എലമെൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ സ്റ്റിൽ അൺസോർട്ടഡ്. അങ്ങനെയെങ്കിൽ അൺസോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ എലമെൻറ്റിനെ വീണ്ടും അടുത്ത കീയായി തിരഞ്ഞെടുക്കുന്നു. അപ്പം നെക്സ്റ്റ് കീ ആണ് 1. മൂന്നാമത്തെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത കീ 1 ആണ്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള കമ്പാരിസൺസിലൂടെ ഈ ഐട്രേഷൻ എൻഡ് ആകുമ്പോൾ 1 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരണം. സപ്പോസ് ഐട്രേഷൻ എൻഡ് ആവുകയും 1 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരുകയും ചെയ്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ഐട്രേഷൻ ഫിനിഷ് ആയല്ലോ. ഫിനിഷ് ആകുമ്പോൾ 1 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ നിങ്ങൾ നോക്കിയാൽ എലമെൻറ്റ്സ് ആർ ഓൾ ഇൻ സോർട്ടഡ് ഓർഡർ. അപ്പോൾ അതിന് ശേഷമുള്ളത് അതായത് ജെക്ക് ശേഷമുള്ള എലമെൻറ്റുകളെ നോക്കിയാൽ അറേ ഈസ് അൺസോർട്ടഡ്. അങ്ങനെയെങ്കിൽ ആ അൺസോർട്ടഡ് അറേയിൽ നിന്ന് ആദ്യത്തെ എലമെൻറ്റിനെ വേണം നിങ്ങൾ അടുത്ത കീയായി തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മൾ അടുത്ത കീയായി തിരഞ്ഞെടുക്കുന്ന 5നെ. അങ്ങനെ 5ൻ്റെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഐട്രേഷൻ്റെ എൻഡോടുകൂടി 5 അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരുന്നു. അതായത് ഈ പൊസിഷനിൽ എത്തിച്ചേരുന്നു. അങ്ങനെ 5 അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ ഐട്രേഷൻ്റെ എൻഡിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ നോക്കുന്നു ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ നോക്കിയാൽ ഓൾ ദ എലമെൻറ്റ്സ് ആർ ഇൻ സോർട്ടഡ് പൊസിഷൻ ബട്ട് ഓൾ ദ എലമെൻറ്റ്സ് ആഫ്റ്റർ പൊസിഷൻ ജെ ആർ അൺസോർട്ടഡ്. അങ്ങനെയെങ്കിൽ അൺസോർട്ടഡ് ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റിനെ അടുത്ത കീയായി തിരഞ്ഞെടുക്കുക. സോ ദ നെക്സ്റ്റ് കീ ഈസ് 2. അടുത്ത എലമെൻറ്റ് അല്ലെങ്കിൽ അടുത്ത കീ 2 ആയതുകൊണ്ട് 2ൻ്റെ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 2ൻ്റെ ഐട്രേഷൻ ഫിനിഷ് ചെയ്യുമ്പോൾ 2 എന്ന കീയും അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ എത്തിച്ചേരുന്നു. വിച്ച് മീൻസ് ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ നോക്കിയാൽ ഓൾ ദ എലമെൻറ്റ്സ് ആർ ഇൻ സോർട്ടഡ് പൊസിഷൻ. അപ്പോൾ അൺസോർട്ടഡോ? ജെക്ക് ശേഷമുള്ളതെല്ലാം അൺസോർട്ടഡ്. പക്ഷേ ജെക്ക് ശേഷം എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. അതായത് ഈ ഐട്രേഷൻ കഴിയുമ്പോൾ അൺസോർട്ടഡ് ലിസ്റ്റ് ഇല്ലാതാകുന്നു. വിച്ച് മീൻസ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ അൽഗരിതം. അങ്ങനെ ഇൻസേർഷൻ സോർട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കീ ഓരോ തവണയും ഐട്രേഷൻ്റെ എൻഡിൽ അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ പോയി ഇൻസേർട്ട് ആകുന്നത് മൂലം ഫ്രം ദ ബിഗിനിങ് ടു ദ പൊസിഷൻ ജെ സോർട്ടഡായ അറേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഫ്രം ദ പൊസിഷൻ നെക്സ്റ്റ് ടു ദ ജെ ആൻഡ് അൺടിൽ ദ എൻഡ് ഓഫ് ദ അറേ വി ഗെറ്റ് അൻ അൺസോർട്ടഡ് ലിസ്റ്റ്. ആ അൺസോർട്ടഡ് ലിസ്റ്റിൽ നിന്നാണ് ആദ്യത്തെ എലമെൻറ്റിനെ അടുത്ത കീയായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് സോർട്ടിംഗ് മെക്കാനിസം ഫോളോഡ് ഇൻ ഇൻസേർഷൻ സോർട്ട്. Hope you understood the concept.